എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് 75 മാർക്ക് വാങ്ങാനായി അവരെ സഹായിക്കുന്ന 75 ടോപ്പിക്സുകൾ ഏത് എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വലിച്ചു വാരിയുള്ള ഒരു പഠനം നിങ്ങളെ കൺഫ്യൂഷനിലേക്ക് മാത്രമാണ് എത്തിക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ 75 ടോപ്പിക്കുകൾ വളരെ കൃത്യമായി പഠിച്ച് റിവിഷൻ ചെയ്യുക. അത് നിങ്ങളെ നല്ലൊരു റാങ്കിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അതായത് ആദ്യത്തെ 100 റാങ്കിലെത്താനായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട 75 ഹോട്ട് ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് എല്ലാം കൂടി നമുക്ക് ഇട്ടപ്പോൾ നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായില്ല എന്ന് കുറേ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ 75 ടോപ്പിക്സുകൾ ഏതാണെന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും പഠിച്ച് ഒരു സ്ഥലത്തും എത്താത്ത ആളുകളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പഠനം പാതി വഴിയിൽ ഇട്ട ആളുകളുണ്ടെങ്കിൽ, അതേപോലെ തന്നെ പഠിക്കാനായിട്ട് ഇനി തയ്യാറെടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഉപകാരപ്രദമായിരിക്കും ഈ ഒരു 75 ഹോട്ട് ടോപ്പിക്സുകൾ എന്നുള്ളത്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ഈ 75 ഹോട്ട് ടോപ്പിക്സുകൾ കൃത്യമായി പഠിച്ചതിന് ശേഷം അത് റിവിഷൻ ചെയ്യുക. അത് മാത്രമാണ് ഇനി ആദ്യത്തെ ആ 100 റാങ്കിലേക്ക് എത്താനുള്ള നിങ്ങളുടെ മുന്നിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കുറുക്കു വഴി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊക്കെയാണ് ആ 75 ടോപ്പിക്സുകൾ എന്നതിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതിക്ക് മുന്നേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇനിയും കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുന്ന ഒത്തിരി ഉദ്യോഗാർത്ഥികളും സുഹൃത്തുക്കളും ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അവരിലേക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവർ കൂടിയും ഇത് ഉപകാരപ്രദമാകട്ടെ. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ 75 ടോപ്പിക്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, GK, കറണ്ട് അഫയേഴ്സ്. ഇതിൽ നിന്നും ഇനി PSC എക്സാമുകളിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2021 മുതൽ 2024 വരെയും ഏറ്റവും കൂടുതൽ ചോദിച്ചു നിർത്തിയ ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും ആ ചോദ്യങ്ങൾ ചോദിച്ച ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. മൊത്തമായിട്ട് കാണുന്ന ഒരു ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇതൊരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചരിത്രം എന്ന് പറയുന്ന ആ ഒരു വിഭാഗം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ചരിത്രം എന്ന് പറയുന്നത് ഇങ്ങനെ സമുദ്രം പോലെ കിടക്കുകയാണ്. പക്ഷെ അത്രയൊന്നും ടോപ്പിക്സുകൾ നമുക്ക് ശരിക്കും എന്ത് ചെയ്യേണ്ട, പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യകത വരുന്നില്ല. കാരണം റാങ്ക് ഫയൽ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഡീപ്പായിട്ടുള്ള ഒരു നോളജ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും വലിയ ടോപ്പിക്സുകൾ, ഏകദേശം 150-160ഓളം പേജസ് വരുന്ന ടോപ്പിക്സിലേക്ക് അത് എത്തി നിൽക്കുന്നത്. പക്ഷേ നമുക്ക് പഠിക്കേണ്ടത് ആകെ 7 ടോപ്പിക്സ് ആണ്. ആ 7 ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ LD എക്സാമിന് വേണ്ടിയിട്ടുള്ള 5 മാർക്ക് അവിടെ നമുക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആ ടോപ്പിക്കിലേക്ക് പോവാം. ചരിത്രം എന്ന വിഭാഗത്തിൽ നമ്മൾ പഠിക്കേണ്ട ടോപ്പിക് എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപം, വിമോചന സമരം. ഇതിൻ്റെ അകത്ത് ഇയർ ഉൾപ്പെടെ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. അപ്പോൾ എന്നാണ് വർഷം എന്നുള്ളതും ഡേറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ഐക്യ കേരള പ്രസ്ഥാനം എന്ന് പറയുന്നതാണ് അടുത്ത ടോപ്പിക്ക്. മലബാറിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ 1916 മുതൽ 1921 വരെയുള്ള സമ്മേളനങ്ങളൊന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും ഹോട്ട് ടോപ്പിക്സിൽ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധിയും അതേപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവും. 1857 വിപ്ലവം, അതായത് PSC എക്സാമുകൾ ഡിഗ്രി ലെവലാണെങ്കിലും അതേപോലെ തന്നെ ഒരു LDC +2 തസ്തികകളൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് 1857 റിവോൾട്ട് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. കോൺഗ്രസിന്റെ സമ്മേളനങ്ങളും അതേപോലെ തന്നെ എന്താണ് എവിടെ വെച്ചാണ് ഇത് നടന്നത് എന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അതിപ്പോൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. 1857 വിപ്ലവം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്തത് വേൾഡ് ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വരുന്നതാണ് UN അനുബന്ധ ഏജൻസികൾ. അപ്പോൾ UN ഏജൻസികൾ എവിടെയാണെന്നുള്ളതും അതിൻ്റെ തലസ്ഥാനങ്ങൾ എവിടെയാണെന്നുള്ളതും ഉറപ്പായിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ UN അനുബന്ധ ഏജൻസികൾ ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷൻ. PSC എക്സാമുകളിൽ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവും ഫ്രഞ്ച് വിപ്ലവവും. അപ്പോൾ ഏകദേശം ഈ 8 ടോപ്പിക്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 5 മാർക്കാണ്. അപ്പോൾ ആ 5 മാർക്കിലേക്ക് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് ശരിക്കും എന്ത്, ഈ പറയുന്ന ഇത്രയും ടോപ്പിക്സുകൾ. അതായത് ആറ്റിങ്ങൽ കലാപം, ഐക്യ കേരള പ്രസ്ഥാനം, മലബാറിലെ രാഷ്ട്രീയ സമ്മേളനങ്ങൾ,
സ്വാതന്ത്ര്യ സമരവും മഹാത്മാഗാന്ധിയും, 1857 വിപ്ലവം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, UN അനുബന്ധ ഏജൻസികൾ, അതേപോലെ തന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും 5 മാർക്കാണ് നമുക്ക് ലഭിക്കുന്നത്. വെറുതെ വലിച്ചു വാരി അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കൂടി പഠിച്ച് കൺഫ്യൂഷൻ ആക്കരുത്. ഇത്രയും മാത്രം പഠിക്കുക, റിവിഷൻ അടിക്കുക. ഓക്കെ, അടുത്തത് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന വിഭാഗമാണ്. ഇന്ത്യൻ ഭൂപ്രകൃതി, ഇന്ത്യൻ കാർഷികം, ഇന്ത്യയിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും. അതായത് ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൻ്റെ അതിരുകളും അതേപോലെ തന്നെ എന്താണ് അത് എല്ലാ സംസ്ഥാനങ്ങളും, ആ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിൻ്റെ അന്ന് കിട്ടുന്നതായിരിക്കും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. ഇന്ത്യയിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും, അതേപോലെ തന്നെ അന്തരീക്ഷ പാളികളും കാറ്റുകളും, കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങൾ. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾ പ്രീവിയസ് ഒക്കെ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഈ ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള ടോപ്പിക്കുകൾ തന്നെ ആയിരിക്കും. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ചെറുപുഞ്ചിരിയോടുകൂടിയായിരിക്കും നിങ്ങൾ ഈ ടോപ്പിക്കിനെയൊക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കി പോകുന്നത്. ഓക്കെ, അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന വിഭാഗത്തിൽ പഠിക്കാനുള്ളൂ. മക്കളെ വളരെ സിമ്പിളാക്കിയാണ് ഞാൻ തരുന്നത്. നോക്കി, 1 ഇന്ത്യൻ ഭൂപ്രകൃതി, 2 ഇന്ത്യൻ കാർഷികം, ഇന്ത്യയിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും, അന്തരീക്ഷ പാളികളും കാറ്റുകളും, കേരളത്തിലെ കൃഷി ഗവേഷണ കേന്ദ്രങ്ങൾ, അടുത്തത് കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ. 6 ടോപ്പിക്ക് പഠിച്ച് 5 മാർക്ക് വാങ്ങിക്കോ. അതാണ് നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും വലിയ സിമ്പിൾ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് നോക്കാം സാമ്പത്തിക ശാസ്ത്രം. അതായത് കുഞ്ഞു ടോപ്പിക്കുകൾ പഠിച്ച് എന്ത് ചെയ്യുക, പെട്ടെന്ന് മാർക്കിലേക്ക് എത്തിക്കുക. അതാണ് ഏറ്റവും എന്താണ് അതായത് ഒരു സ്പൂൺ ഫീഡിംഗ് ഒക്കെ പറയുന്നത് അതാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകൾ പഠിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, റാങ്കിലേക്ക് എത്തിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സാമ്പത്തിക ശാസ്ത്രം, അതായത് ദേശീയ വരുമാനം, പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, ധനകാര്യ സ്ഥാപനങ്ങൾ. 5 ടോപ്പിക്ക് പഠിച്ച് 5 മാർക്ക് വാങ്ങിക്കോ. അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് തന്നെ എടുത്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. കാരണം ഇത്രയും കുഞ്ഞു ടോപ്പിക്കാണ് നമ്മൾ പഠിക്കേണ്ടത്. 5 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ഈ പറയുന്ന 5 മാർക്ക് കിട്ടാനായിട്ട് ഈ 5 ടോപ്പിക്ക് നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അടുത്തതാണ് ഇന്ത്യൻ ഭരണഘടന. നോക്കിയേ, നിലവിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക് എന്ന് അറിയപ്പെടുന്നത് 1, 2, 3, 4, 5 ടോപ്പിക്കാണ്. ഈ 5 ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 5 മാർക്ക്. അപ്പൊ രണ്ടാമതായിട്ട് പഠിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ടോപ്പിക് ഏതാ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് പഠിച്ചോ. ഫസ്റ്റ് മൗലിക അവകാശങ്ങൾ. ഉറപ്പാണ് PSC നടത്തുന്ന ഏതൊരു എക്സാമിനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ചോദിക്കുന്ന ചോദ്യമാണ് മൗലിക അവകാശങ്ങൾ. അടുത്തത് ഭരണഘടനാ നിയമനിർമ്മാണ സഭ, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി. എന്നാണ് ആദ്യ സമ്മേളനം നടന്നത്? സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? താൽക്കാലിക അധ്യക്ഷനായിരുന്നു? ആകെ എത്ര മെമ്പേഴ്സ് ഉണ്ടായിരുന്നു? സ്ഥിരം 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 ചോദിക്കുന്നു. ഇനി വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ. എപ്പോഴും ഇത് എപ്പോഴാണ്, എന്നാണ് തുടങ്ങിയത്? ആരായിരുന്നു ആദ്യത്തെ ഇതിന്റെ എന്താണ് ആള്? മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആരാണ്? കറണ്ട് അഫയേഴ്സ് എന്ന ലെവലിലേക്കും ചോദിക്കാം. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പഠിച്ചു വച്ചോ, 1 മാർക്കാണ്. ഭേദഗതികൾ നമുക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് 7 ഭേദഗതികളാണ്. അമെൻമെന്റ്സ്. കൂടുതലൊന്നും വലിച്ചു വരാനൊന്നും നിൽക്കണ്ട. ഇത്രയും കാര്യങ്ങൾ പഠിച്ച് അവിടെ അവസാനിപ്പിച്ചോ. അടുത്തത് സുപ്രീം കോടതി, ഹൈക്കോടതി, റിട്ടുകൾ. അപ്പോൾ റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആര് നിക്ഷിപ്തമായിരിക്കുന്നു? ഹൈക്കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്ന അധികാരം പറയുന്ന അനുച്ഛേദം ഏതാണ്? അതേപോലെ സുപ്രീം കോടതി പറയുന്ന അനുച്ഛേദം ഏതാണ്? സ്ഥിരം ചോദിക്കുന്നതാണ്. പഠിച്ചു വച്ചോ, 1 മാർക്കാണ്. അപ്പോൾ ഈ 5 ടോപ്പിക്കിൽ നിന്നും 5 മാർക്ക് വാങ്ങാൻ നിങ്ങൾ തയ്യാറല്ലേ? ഓക്കെ, അത് പഠിച്ചോ. അതാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് കേരള ഭരണം, ഭരണ സംവിധാനം. ഇന്ന് PSCയുടെ ട്രെൻഡിങ് ടോപ്പിക്കും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ബോറിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ് എന്തെന്ന് പറയുന്നത് കേരള ഭരണവും ഭരണ സംവിധാനം. ഇത് പഠിപ്പിക്കുന്ന സാർമാർക്ക് പോലും ഒരാഴ്ചയിൽ കൂടുതൽ എന്ത് നിൽക്കാറില്ല, ഇത് മനസ്സിൽ തങ്ങി നിൽക്കാറില്ല ഇത് എന്താന്നുള്ളത്. അപ്പൊ അത്രത്തോളം കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേരള ഭരണവും ഭരണ സംവിധാനം. നമ്മൾ ഇതിന്റെ PYQ ആണ് നമ്മൾ ചെയ്യുന്നത്. 2021-24 വരെയുള്ള കേരള ഭരണം ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ട PYQ തിങ്കളാഴ്ച നിങ്ങൾക്ക് വരുന്നതായിരിക്കും. എല്ലാ പോയിന്റ്സും നമ്മൾ എന്ത് ചെയ്തേണ്ട സെറ്റ് ചെയ്തുകൊണ്ടുള്ള PYQ ആണ് നമ്മൾ സെറ്റ് ചെയ്തേക്കണേ. അത് മാത്രം പഠിച്ചാൽ മതി, 5 മാർക്ക് അവിടെ കിട്ടും. ഇനി കൂടുതൽ കൺഫ്യൂസിങ്ങിലേക്ക് നിങ്ങൾ പോകണ്ട. നമ്മുടെ ചാനലിൽ അതിന്റെ വീഡിയോ വരുന്നതായിരിക്കും തിങ്കളാഴ്ച. കേരള ഭരണവും ഭരണ സംവിധാനങ്ങളും, കേരള സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ. അടുത്തത് ദുരന്ത നിവാരണം, തണ്ണീർത്തട സംരക്ഷണം, കേരളത്തിലെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ്? അത്രയും പഠിച്ച
മക്കളെ നമുക്ക് 5 മാർക്കാ കിട്ടണേ. അപ്പൊ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അതായത് ഫസ്റ്റ് നമ്മൾ എക്കണോമിക്സ് പഠിച്ചോ, സെക്കൻഡ് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കാണ് എന്ത്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി മൂന്നാമത് പഠിക്കേണ്ടതാണ് എന്ത്, കേരള ഭരണ സംവിധാനം. മാർക്കുകൾ ഓരോന്നും ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ നമുക്ക് കിട്ടുന്നു എന്നുള്ള മാർക്കുകൾ ആദ്യം പഠിച്ചു പോകാനായി ശ്രമിക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക, നമുക്ക് അടുത്ത പാടുള്ള ടോപ്പിക്കുകളും ഏറ്റവും വൈഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളും കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അവസാനത്തേക്ക് വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും കിടക്കേണ്ടത്. മറ്റേ നമുക്ക് വീണ്ടും ഒരു റിവിഷൻ അടിച്ച് തിരിച്ചു വരാനുള്ള സമയമുണ്ട്, ഇതിന് പിന്നെ സമയം കിട്ടത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, കറൻ്റ്ലി പഠിച്ച് നേരെ പോയി അങ്ങ് എക്സാം അടിക്കുക, അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും ഏകദേശം 6 മാർക്കാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടത് ജീവകങ്ങൾ എന്ന് പറയുന്നതും ജീവകങ്ങൾ അപര്യാപ്ത രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ നിന്ന് പഠിക്കാനുള്ളൂ, ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും പഠിക്കാനുള്ളൂ. മക്കളെ നമുക്ക് 6 മാർക്കാണ് ആ ഒരു വിഭാഗത്തിൽ നിന്നും കിട്ടുന്നത്. ചുമ്മാ നമ്മൾ എന്ത് ചെയ്യേണ്ട, വലിച്ചു വാരി പഠിച്ച് വെറുതെ കൺഫ്യൂസിങ് ആക്കി അവസാനം ഇപ്പോൾ പല ക്ലാസ്സുകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ 6-7 മണിക്കൂർ ലൈവ്, 5-6 ക്ലാസ്സുകളൊക്കെ ലൈവ് വരുന്നുണ്ട്. എന്തിനാ അതാ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങളെപ്പോലുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത വർഷവും അവരുടെ കയ്യിൽ വന്നെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യത്തുള്ളൂ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വീണ്ടും അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് എന്തുകൊണ്ട് വേണ്ടത് മാത്രം പഠിപ്പിച്ച് അവിടെ വെച്ച് ക്ലോസ് ചെയ്തുകൂടാ. ഓക്കെ, അത് പോട്ടെ, നമുക്കത് നമ്മുടെ കാര്യമല്ല. അടുത്തത് കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ. അപ്പോൾ പഠിക്കേണ്ട ജീവശാസ്ത്രം പൊതുജനാരോഗ്യം 6 മാർക്കാണ്. ജീവകങ്ങൾ, രോഗങ്ങളും രോഗകാരികളും ജീവിതശൈലി രോഗങ്ങൾ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ പഠിച്ചു വച്ചോ 1 മാർക്കാണ്. അടുത്തത് ഭൗതിക ശാസ്ത്രം. ഫിസിക്സിൽ വരുന്നത് ലെൻസ്, ദർപ്പണം. അപ്പോൾ നമുക്കറിയാം പ്രതിപതന കോൺ, അതേപോലെ തന്നെ എന്താണ് ആ ഒരു ടോപ്പിക്ക് അത്യാവശ്യം നല്ല ടോപ്പിക്കാണ്. SCRT NCRT കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തണം. ലെൻസും ദർപ്പണവും ഒക്കെ പഠിക്കുമ്പോൾ ഗുരുത്വാകർഷണ ബലം, ചലനം, വിവിധ തരം ചലനങ്ങളും ചലന നിയമങ്ങളും താപപ്രേക്ഷക രീതികൾ, ഇത്രയും കാര്യങ്ങളാണ് ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിലേട്ട് വരാനായിട്ടുള്ളൂ. അപ്പോൾ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത് ലെൻസ്, ദർപ്പണം, ഗുരുത്വാകർഷണ ബലം, ചലനം, വിവിധ തരം ചലനങ്ങളും ചലന നിയമങ്ങളും താപപ്രേക്ഷക രീതികൾ. അടുത്തത് രസതന്ത്രം, അതായത് കെമിസ്ട്രിയിൽ നിന്നും ലോഹങ്ങളുടെ സവിശേഷതകൾ, ലോഹ അയിരുകൾ, ആറ്റം, സബ്ഷെല്ല്, ഇലക്ട്രോൺ വിന്യാസം, ഇതൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല കേട്ടോ. 3 മാർക്കാ വരുന്നുള്ളൂ. ആറ്റം, മൗലിക കണങ്ങൾ, ആവർത്തന പട്ടിക, ഇത്രയും കാര്യമാണ് നമുക്ക് രസതന്ത്രം എന്ന വിഭാഗത്തിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ലോഹങ്ങളുടെ സവിശേഷതകൾ പഠിക്കുക. ലോഹങ്ങളും അതേപോലെ തന്നെ അതിൻ്റെ അയിരുകൾ എപ്പോഴും ചോദിക്കണേ. നിങ്ങൾ പ്രീവിയസ് ഒക്കെ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. ആറ്റം, സബ്ഷെല്ല്, ഇലക്ട്രോൺ വിന്യാസം, ആറ്റം, മൗലിക കണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, അതേപോലെ തന്നെ ആവർത്തന പട്ടിക ഉറപ്പായിട്ടും നമുക്ക് ചോദിക്കണം. അപ്പോൾ അതെന്ത് ചെയ്യുക, പഠിക്കണം. അത് ഉറപ്പായിട്ടും ചോദിക്കുന്ന മറ്റേ ക്വസ്റ്റ്യൻ ആണ് അതിൻ്റെ അകത്ത്, അതും പഠിച്ചു വെക്കുക. അടുത്ത് കലാ, കായികം, സംസ്കാരം 5 മാർക്കാണ്. കലാ, കായികം, സംസ്കാരം 5 മാർക്ക്. ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആരൊക്കെയാന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. പ്രശസ്തമായ വരികൾ അവരുടെ, അതേപോലെ തന്നെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, കായിക പുരസ്കാരങ്ങൾ, ഒളിമ്പിക്സ്, ഇത് എപ്പോഴും എന്താണ് PSC ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. കാരണം 2021 മുതൽ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വ്യക്തമായി പഠിച്ചതിന് ശേഷമാണ് ഇത്രയും ഹോട്ട് ടോപ്പിക്സുകൾ നമ്മൾ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഭാഗങ്ങളാണ് നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ടി ഞാൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ഇനി സ്കിപ്പ് അടിക്കാനായിട്ട് ആരും നോക്കരുത്, ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. ഓക്കെ, അടുത്ത് ആനുകാലികം എന്ന് പറയുന്ന വിഭാഗം. ഇന്ന് നമ്മുടെ കോർ സബ്ജക്റ്റിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ടോപ്പിക്കാണ് എന്തെന്ന് പറയുന്നത് ആനുകാലികം. അതായത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന ചോദ്യങ്ങൾ അത്രത്തോളം റാങ്ക് മേക്കിംഗ് ആണ് ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ. അപ്പോൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് പുരസ്കാരങ്ങൾ. അപ്പോൾ എന്താണ് കേരള സാഹിത്യ പുരസ്കാരങ്ങൾ, അതേപോലെ തന്നെ എന്താണ് എഴുത്തച്ഛൻ പുരസ്കാരങ്ങൾ, അതേപോലെ തന്നെ വള്ളത്തോൾ, അതേപോലെ അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ, അത് കേരളവും ഇന്ത്യയും എല്ലാം പുരസ്കാരങ്ങൾ പഠിക്കുക. ISRO പുതിയ
വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ, ISRO ഏറ്റവും പുതിയതായിട്ട് വിക്ഷേപിച്ച ഉപഗ്രഹങ്ങൾ എപ്പോഴും PSCയുടെ ഒരു ട്രെൻഡിങ് ടോപ്പിക്കാണ്. അതേപോലെ തന്നെ കൺഫ്യൂസിങ് ആണ്, അതേപോലെ തന്നെ എന്താണ് റാങ്ക് മേക്കിങ്ങുമാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും പഠിച്ചു വെച്ചോ, ഒരു മാർക്കാണ്. കേന്ദ്ര സംസ്ഥാന ക്യാബിനറ്റ് നിയമനങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം, പുതിയ നിയമനങ്ങൾ ഏത് വന്നാലും PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംഭവമാണ് നിയമനങ്ങൾ, അത് പഠിച്ചു വെച്ചോ. അതേപോലെ തന്നെ കേരളം സംസ്ഥാനം ക്യാബിനറ്റ്, അതായത് മന്ത്രിമാരും മന്ത്രിമാരുടെ വകുപ്പുകളും എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഇപ്പോൾ എന്താണ് അവരുടെ മണ്ഡലം വരെ ചോദിച്ചു തുടങ്ങി, അപ്പോൾ അതുകൊണ്ട് അതുകൂടി ഒന്ന് പഠിച്ചു വയ്ക്കുക. ഉച്ചകോടികളും വേദികളും, ഓക്കെ, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത്രയാണ് നമുക്ക് GK പാർട്ടിൽ നിന്നും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അതായത് ഏകദേശം 50ഓളം ടോപ്പിക്സുകളാണ് ഈ ഒരു GK പാഠഭാഗത്ത് നിന്നും, അതായത് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും വരുന്നത് 50 മാർക്കാണ് നമുക്ക് കിട്ടുന്നത്. ഈ 50 മാർക്കിന് വേണ്ടിയിട്ടുള്ള ഈ 50 ടോപ്പിക്സ് എല്ലാവരും കൃത്യമായി എഴുതി പഠിച്ച് വയ്ക്കാൻ പറ്റുമെങ്കിൽ എഴുതി പഠിച്ച് റിവിഷൻ ചെയ്തോ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു 50 മാർക്ക് ഷുവറാണ്. ഇനി അടുത്ത 25 ടോപ്പിക്സ് എന്ന് പറയുന്നത് നമ്മുടെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഈ 3 വിഭാഗത്തിൽ നിന്നും 25 ഹോട്ട് ടോപ്പിക്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ആ 25 ഹോട്ട് ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, ഒന്ന് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും, അതായത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്ന് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഇല്ലാത്തൊരു PSC എക്സാം ഇല്ല. ഓക്കെ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, അതേപോലെ തന്നെ ശതമാനം, ശരാശരി, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, ഒറ്റയാനെ കണ്ടെത്തുക, ദിശാബോധം, കോഡിങ്ങും ഡീകോഡിങ്ങും. ഇത്രയാണ് നമുക്ക് ഏതിൽ നിന്ന് വരുന്നത്, ലഘുഗണിതം, അതായത് മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയിൽ നിന്ന് വരുന്നതാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ശതമാനം, ശരാശരി, ലാഭവും നഷ്ടവും, സാധാരണ പലിശയും കൂട്ടുപലിശയും, ഒറ്റയാനെ കണ്ടെത്തുക, ദിശാബോധം, കോഡിങ്ങും ഡീകോഡിങ്ങും. അടുത്താണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. നമുക്കറിയാം എന്താണ്, കുറെ ആളുകൾക്കൊക്കെ ഭയങ്കര എന്താണ് പാടൊക്കെയാന്ന് പറയുന്നുണ്ട്. നമ്മൾ അതിൻ്റെ ഒരു സീരീസ് ചെയ്തിരുന്നു, സീരീസ് 1ഉം സീരീസ് 2ഉം. അതായത് PSC എക്സാമുകളിൽ ചോദിച്ചേക്കണ ഏകദേശം 100ഓളം ചോദ്യങ്ങൾ എങ്ങനെ സിമ്പിൾ ഷോർട്ട് കട്ടിലൂടെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്, അതായത് 2ഓ 3ഓ വേർഡുകൾ നമ്മൾ കാണാപ്പാഠം പഠിച്ചാൽ അവിടെ വരുന്ന ഉത്തരം ഏതാന്നുള്ളത് മനസ്സിലാക്കാവുന്ന ലെവലിലാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു, നിങ്ങളപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും ചോദിക്കുന്നതാണ് ആർട്ടിക്കിൾ എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും ചോദ്യങ്ങളില്ലാത്ത ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഒമിഷൻ ഓഫ് ആർട്ടിക്കിൾ, ഇതില്ലാത്ത ചോദ്യങ്ങൾ PSC എക്സാമുകൾ ഉണ്ടായിട്ടില്ല. ആർട്ടിക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ്, ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും, സ്പെല്ലിങ്, അതേപോലെ തന്നെ ഇൻഫിനിറ്റീവ് ആൻഡ് ജെറൻഡ്, പ്രിപ്പോസിഷൻ, ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും നിങ്ങൾ പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇംഗ്ലീഷ് എന്ന വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ആർട്ടിക്കിൾ, ക്വസ്റ്റ്യൻ ടാഗ്, ടെൻസ്, ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, സ്പെല്ലിംഗ് എറർ, അതായത് സ്പെല്ലിംഗ് ടെസ്റ്റ്, ഇൻഫിനിറ്റീവ് ജെറൻഡ്, പ്രിപ്പോസിഷൻ. അടുത്ത മലയാളമാണ് പദശുദ്ധി, ഒറ്റപ്പദം, പിരിച്ചെഴുതൽ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, വിപരീത പദം. ഇത്രയുമാണ് ഈ ഒരു വിഭാഗത്തിൽ നിന്നും വരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള 70 ടോപ്പിക്സുകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇനി അടുത്ത് വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, ഒന്ന് ഫേമസ് ആയിട്ടുള്ള കറൻ്റ്ലി വന്നിരിക്കുന്ന ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി വന്നിരിക്കുന്ന ബുക്കുകൾ എപ്പോഴും PSCക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ്. റീസെൻ്റ്ലി എന്താണ് വന്ന ബുക്കുകൾ ഏതൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ആ ബുക്കുകളെ കുറിച്ചുള്ള കാര്യങ്ങളും അതിൻ്റെ ആ ബുക്ക് എഴുതിയത് ആരാന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത സംഭവം എന്ന് പറയുന്നത് നോബൽ പ്രൈസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ നോബൽ പ്രൈസ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള 2023ഉം 2024 നമുക്ക് എന്തായാലും ഇനി ആ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എക്സാം കഴിയും. അപ്പോൾ 2023, 2022 പഠിച്ചു വയ്ക്കുക. ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഉച്ചകോടികൾ, അതായത് G7ഉം G20യും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വച്ചോ, ഉറപ്പായിട്ടും ചോദിക്കാം. അതേപോലെ തന്നെ വരുന്നതാണ് ഓസ്കാർ അവാർഡ്, ബാഫ്ത അവാർഡ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിച്ചു വച്ചേക്കുക. അതേപോലെ ഐക്യരാഷ്ട്ര ദിനങ്ങൾ, അതായത് നമുക്ക് അറിയാം, അതായത് അതായത് UN അന്താരാഷ്ട്ര വർഷങ്ങൾ,
എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് 2024, 2022, 2023, 2015 മുതൽ അപ്പുറത്തേക്ക് 2024 വരെയുള്ള UN അന്താരാഷ്ട്ര വർഷങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതും പഠിച്ചു വയ്ക്കുക. അങ്ങനെ ഏകദേശം 75ഓളം ടോപ്പിക്സുകളാണ് നമ്മൾ LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നമ്മൾ പഠിക്കേണ്ട. ഈ 75 ടോപ്പിക്സുകൾ പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആദ്യത്തെ 100 റാങ്കിലേക്ക് വരാനായിട്ട് ഉറപ്പായിട്ടും പറ്റും. കാരണം അത്രത്തോളം സിമ്പിൾ ആക്കിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്സുകളെ കുറിച്ച് തന്നിരിക്കുന്നത്. കാരണം നമ്മൾ 2021 മുതൽ 2024 വരെയുള്ള ചോദ്യ പേപ്പറുകൾ വിശകലനം ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തു നിന്നും വന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ടോപ്പിക്സുകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ 75 ഹോട്ട് ടോപ്പിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു ബിസിനസ് ലെവലിൽ ചെയ്ത സംഭവമല്ല, പഠിച്ച് നിങ്ങൾക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ മൊത്തമായിട്ട് ഇത് കാണണം. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇനിയും ഇത് പഠിക്കാനായിട്ട്, അതായത് LDC എക്സാം 2024 വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കിത് എന്ത് ചെയ്യും, മുതൽക്കൂട്ടായിരിക്കും. അവർക്കത് അയച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 2024 LDC കഴിഞ്ഞ് 2025 അതിൽ ലിസ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ടോപ്പിക്കുകൾ ഫുള്ളായിട്ട് പഠിച്ചൊരു ഉദ്യോഗാർത്ഥിയായിട്ട് വരാനായിട്ട് സാധിക്കും. ഇനി അപ്പുറത്തേക്കുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എങ്ങനെയായിരിക്കും എക്സാം, അതേപോലെ തന്നെ എന്തൊക്കെ പഠിക്കണം, സിലബസിന് ഇതിൽ ചേഞ്ച് ഉണ്ടാവുമോ, അങ്ങനെ ഒന്നും നമുക്ക് ഇനി പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിലേക്കൊന്നും പോകാനായിട്ട് നിൽക്കേണ്ട കാര്യം തന്നെ ഇല്ല. ഇനി നിന്നാലും എന്താകും എന്നതിനെക്കുറിച്ച് നമുക്ക് യാതൊരു നിലപാടും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ച് എത്രയും പെട്ടെന്ന് റിവിഷൻ ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. ഉറപ്പായിട്ടും എന്താണ്, നിങ്ങൾക്ക് ഈ 75 മാർക്ക് ഈ ഇത്രയും ടോപ്പിക്കുകൾ പഠിച്ചാൽ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. ഇതേപോലെയുള്ള വീഡിയോസുകളും അതേപോലെ തന്നെ ക്ലാസ്സുകൾ നമുക്ക് PYQ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ ദിവസങ്ങളും ഓരോരോ ടോപ്പിക്കുകളാണ് 2021 മുതൽ 2024 വരെയുള്ള എല്ലാ ടോപ്പിക്സുകളും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് ഈ PYQ സെക്ഷനിൽ എല്ലാ ദിവസങ്ങളും, അതായത് തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ നമ്മുടെ ചാനലിൽ 3 മണിക്ക്, കൃത്യം 3 മണിക്ക് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അതും എല്ലാവരും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലായിട്ടുള്ള വൺ ക്ലിക്ക് PSC എന്ന ടെലഗ്രാം ചാനലിലൊന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യുക. അതും നിങ്ങൾക്ക് വളരെയധികം സഹായപ്രദമായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക, ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, സബ് ചെയ്തേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.